എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ പെട്ടിയിലായ വോട്ട് സംബന്ധിച്ചുള്ള കൂട്ടിക്കിഴിക്കലുകളിൽ ഉയർന്ന വിവാദത്തിൽ പലതരത്തിലുള്ള സാധ്യതകളുമുണ്ട്. കാരണം ഇത്തവണ പലയിടങ്ങളിലും ത്രികോണ പോരാട്ടം നടന്ന ഇടമാണ്. അതുകൊണ്ട് ജനം ഏതു തരത്തിൽ ചിന്തിച്ചു എന്ന കണക്കെടുപ്പ് കൃത്യമായി എടുക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ ഇത്തരം ആശയക്കുഴപ്പങ്ങളും ആരോപണവും ഉയരുന്നത് എന്നൊരു വിഷയം കൂടിയുണ്ട്. പ്രത്യേകിച്ച് പോളിംഗ് ശതമാനം കുറഞ്ഞ പോളിംഗ് ശതമാനം ആർക്ക് ഗുണമടും, ആർക്ക് തിരിച്ചടിയാകും, ഇതും ഒരു പ്രതിസന്ധിയായി ഇപ്പോഴും തുടരുകയാണ്. നമുക്ക് വടകരയിലെ ഒരു പ്രധാനപ്പെട്ട പ്രസിദ്ധരാണ്. വടകരയിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്നലെ പാലക്കാട് മണ്ഡലം തിരിച്ചു പിടിക്കുമെന്ന ഒരു വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് അവിടുത്തെ ഇടതു മുന്നണി. അതിന്റെ ഭാഗമായി അവർ നിയുക്ത എംപിക്ക് അഭിവാദ്യങ്ങൾ എന്നതാണ് വിജയരാഘവന്റെ ചിത്രമുള്ള പോസ്റ്ററുകൾ സ്ഥാപിച്ചുകൊണ്ട് അവിടുത്തെ ഇടതു മുന്നണി നേതൃത്വം നടത്തിയ നീക്കം. ഇതിൻ്റെ ഒരു വസ്തുത എന്താണ്, ഇതിന് എത്രമാത്രം ആത്മവിശ്വാസമുണ്ടെന്ന് നമുക്ക് പരിശോധിക്കാം. വിനേഷ്, ഈ പാലക്കാട് ഇടതു മുന്നണി ഇങ്ങനെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ എന്താണ് അവിടെ നടന്നിരിക്കുന്നതെന്നാണ് അവർ കരുതുന്നത്? എത്രമാത്രം കൃത്യതയുള്ളതാണ് ഇടതു മുന്നണിയുടെ ഈ കണക്കുകൾ? സജിത്ത്, 2019 ഇതേ ആത്മവിശ്വാസം LDF-നുണ്ടായിരുന്നു. അതായത് എം പി രാജേഷ് ജയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എം പി രാജേഷ് ജയിച്ചതായി പ്രഖ്യാപിക്കുന്ന രീതിയിലുള്ള ഒരു പാട്ട് ഇറക്കിയിരുന്നു. അത് പിന്നീട് പിൻവലിക്കേണ്ടി വന്നു. സമാനമായൊരു സാഹചര്യം തന്നെയാണ് ഇന്നലെ ഉണ്ടായത്. ഇന്നലെ നിയുക്ത MP അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് CPM-ന്റെ ഒരു പ്രാദേശിക ഘടകമാണ് ബോർഡ് വെച്ചത്. പിന്നീട് ഈ ബോർഡ് ഇത് പോലീസ് ഇടപെട്ട് എടുത്തു മാറ്റുകയും ചെയ്തു. ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്നതാണ് ഇത്തരത്തിലുള്ള ബോർഡുകൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹം നിലവിൽ തെരഞ്ഞെടുപ്പിന് വോട്ടെണ്ണൽ പോലും പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു നിയുക്ത MP അഭിവാദ്യങ്ങൾ എന്നുള്ള ബോർഡ് ഒരിക്കലും അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസ് ഇത് മാറ്റുന്നത്. ഇത് ഞാൻ മനസ്സിലാക്കിയത് CPM-ന്റെ ജില്ലാ നേതൃത്വം ഇടപെട്ടത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ പ്രാദേശിക നേതൃത്വം ഇതിന് തയ്യാറാവാതെ വന്നതോടുകൂടി പോലീസ് എടുത്തു മാറ്റേണ്ടി വന്നു എന്നുള്ളതാണ്. രണ്ടായാലും വലിയ ആത്മവിശ്വാസം CPM-ന് ഇക്കാര്യത്തിലുണ്ട്, LDF-ന് ഇക്കാര്യത്തിലുണ്ട്. കാരണം ഇത് പ്രസ്റ്റേജ് സീറ്റാണ്, കിട്ടാനുള്ളൊരു സാധ്യത വളരെ കൂടുതലുള്ളൊരു സീറ്റാണ്. പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഈ 2-3 മാസമായി വലിയ തോതിൽ തന്നെ പ്രവർത്തനം നടന്ന ഒരു മേഖലയാണിത്, അതായത് മണ്ഡലമാണിത്. CPM-ന്റെ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഇറക്കിക്കൊണ്ട് പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ വിജയരാഘവന് വേണ്ടി ഇവിടെ പ്രവർത്തനം നടന്നു. എന്തായാലും ജയിക്കാനുള്ള ജയസാധ്യത കൂടുതലുള്ള മണ്ഡലമായി CPM ഇപ്പോഴും കാണുന്നുണ്ട്. LDF-ഉം ഇപ്പോഴും കാണുന്ന അപൂർവ മണ്ഡലത്തിൽ ഒന്നുകൂടിയാണ് പാലക്കാട്. നമുക്കറിയാം, കഴിഞ്ഞ തവണ VK ശ്രീകണ്ഠൻ ജയിക്കുന്നു. വളരെ ചെറിയ വോട്ടിനാണെങ്കിൽ പോലും VK ശ്രീകണ്ഠൻ ജയിക്കുന്നു. ആ ഒരു സാഹചര്യം ഇപ്പോഴില്ല എന്നാണ് LDF പറയുന്നത്. അന്ന് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ചർച്ചയാവുന്നു. അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നു. പിന്നീടുണ്ടായ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ ഉണ്ടാവുന്നു. ഇതെല്ലാം തന്നെ വോട്ട് വലിയ തോതിൽ മറയാൻ കാരണമായി. മാത്രമല്ല, അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, അന്ന് MP രാജേഷ് അതായത് PK ശശി ലൈംഗിക അപവാദ കേസിൽ കുടുങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് MP രാജേഷും അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരനും CPM നേതാവുമായ നിതിൻ കണിച്ചേരി ഉൾപ്പെടെയുള്ളവർ PK ശശിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ PK ശശിയുടെ ഒരു വിഭാഗം ഈ രാജേഷിനെ തോൽപ്പിക്കാൻ വേണ്ടി അണിയറ നീക്കം നടത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർട്ടിയിൽ വലിയ ചർച്ചയായിരുന്നു. ഇങ്ങനൊരു സാഹചര്യം കൂടി അന്നുണ്ടായിരുന്നു. ആ സാഹചര്യമെല്ലാം പൂർണ്ണമായും മാറി എന്നാണ്. അതുകൊണ്ട് തന്നെ MP രാജേഷും PK ശശിയും AK ബാലനും എല്ലാവരും ഒത്തൊരുമിച്ച് നടത്തിയൊരു പ്രവർത്തനം കൂടിയാണ് വിജയരാഘവന് വേണ്ടി. സ്വാഭാവികമായും അദ്ദേഹം ജയിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് CPM വിലയിരുത്തുന്നത്. പക്ഷേ ഇവിടെ BJPക്ക് കിട്ടുന്ന ഈ 2 ലക്ഷത്തിൽ ചില്ലാനം വോട്ടുകളുണ്ട്. ഇതിൽ വലിയ തോതിൽ വോട്ടുകൾ മറിയുകയാണെങ്കിൽ VK ശ്രീകണ്ഠനും സാധ്യത UDF പറയുന്നുണ്ട്. കാരണം VK ശ്രീകണ്ഠൻ പഴയ ശ്രീകണ്ഠനല്ല, ചെറിയ ആളായി കാണേണ്ടതുമില്ല. കഴിഞ്ഞ 5 വർഷക്കാലം അദ്ദേഹത്തിന്റെ പ്രവർത്തനം, മണ്ഡലത്തിലെ ഇടപെടലുകൾ ഇതെല്ലാം തന്നെ പരിഗണിക്കുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് ലഭിക്കുന്ന കോൺഗ്രസിൽ നിന്നും അതുപോലെ തന്നെ ലീഗിൽ നിന്നൊക്കെ ലഭിക്കുന്ന വോട്ട് കൂടാതെ BJPയിൽ നിന്ന് ഒരു വിഭാഗം വോട്ട് മറിയാനുള്ള സാധ്യത UDF പറയുന്നുണ്ട്. കാരണം BJPയിൽ ഇപ്പോഴുള്ള സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിനെതിരെ ഔദ്യോഗിക വിഭാഗത്തിനുള്ളിൽ ചെറിയ മുറുമുറുപ്പല്ല, വലിയ തോതിലുള്ള വിഭാഗീയത ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ ആ വിഭാഗം വോട്ട് മറിക്കുകയാണെങ്കിൽ അത് ലഭിക്കാൻ സാധ്യതയുള്ളത് VK ശ്രീകണ്ഠനാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ തവണത്തെ പോലെ ഒരു മുസ്ലിം വോട്ടുകളുടെ ഒരു ഏകീകരണം പൂർണ്ണമായ അർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം വിലയിരുത്താൻ. നമുക്കറിയാം, മണ്ണാർക്കാട് പട്ടാമ്പി ഭാഗങ്ങളിലെല്ലാം മുസ്ലിം വോട്ടുകൾ ധാരാളമുണ്ട്. VK ശ്രീകണ്ഠന് തന്നെ ലഭിക്കേണ്ട വോട്ടുകളാണ്. പക്ഷേ ഇതൊന്നും തന്നെ ആ ഒരു ഏകീകരണം കൃത്യമായി തന്നെ പൂർണ്ണമായ അർത്ഥത്തിൽ ഉണ്ടായില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എങ്കിൽ കൂടിയും വലിയൊരു വിജയപ്രതീക്ഷ എന്തായാലും UDF-നകത്തുണ്ട്. പക്ഷേ CPM-നെയും അതുപോലെ തന്നെ LDF-നെയും സംബന്ധിച്ചിടത്തോളം ഈസി വാക്ക് ഓവർ എന്നുള്ള രീതിയിൽ വിജയിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം വലിയ തോതിലുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണ ഇതേ ആത്മവിശ്വാസം ഉണ്ടായതുകൊണ്ട് തന്നെ പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. വിനേഷ് സൂചിപ്പിച്ചതുപോലെയുള്ള